പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത്, പദവികളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നല്ല പ്രഭാത സമയം ദൈവിക ചിന്തകളാൽ നിറയുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. യഹോവയുടെ ന്യായപ്രമാണത്തിന്റെ മാധുര്യം എത്രയെന്ന് രുചിച്ചറിയുവാൻ ദൈവത്തിന്റെ വചനം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നല്ല നല്ല വചനങ്ങൾ നമ്മളെ ബലപ്പെടുത്തി, നമ്മളെ ശക്തീകരിച്ച് നമ്മുടെ ജീവിത യാത്രയിൽ നമുക്ക് താങ്ങും തണലുമായി നമ്മളെ ഭാഗ്യ പദവികളിലേക്ക് നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒരു സങ്കീർത്തന ഭാഗം 119 സങ്കീർത്തനം 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഈ പ്രഭാതയാമത്തിൽ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. അതിന്റെ 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. 22 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന ഈ സങ്കീർത്തനത്തിലെ ഓരോ ഭാഗത്തുള്ള 8 വാക്യങ്ങളും എബ്രായ അക്ഷരമാലയിലെ ഓരോ അക്ഷരം കൊണ്ട് ആരംഭിച്ചിരിക്കുന്നതിനാൽ ഇതിനെ അക്ഷരമാല സങ്കീർത്തനമെന്ന് വിളിച്ചു വരുന്നു. ന്യായപ്രമാണത്തിലുള്ള ആനന്ദമാണ് പ്രതിപാദ്യ വിഷയം. ഓരോ വാക്യത്തിലും ന്യായപ്രമാണം മൂലം ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നു. പ്രവാസകാലശേഷം ന്യായപ്രമാണം യഹൂദന്മാരുടെ ജീവിത പ്രമാണമായി തീർന്നപ്പോൾ അതനുസരിച്ച് ജീവിക്കുന്നത് ഭാരമായിട്ടല്ല, ഒരു പദവി ആയി തന്നെ അനേകർ ഗണിച്ചിരുന്നുവെന്ന് ഈ സങ്കീർത്തനക്കാരന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. 1, 19 എന്നീ സങ്കീർത്തനങ്ങളും നമ്മൾ ധ്യാനിക്കുമ്പോൾ ഏതാണ്ട് ഇതിന് സമാന്തരമായ ചിന്തകൾ നമുക്ക് അവിടെയും കാണുവാൻ കഴിയും. ന്യായപ്രമാണത്തിന്റെ പര്യായ ശബ്ദങ്ങളായി 10 വാക്കുകൾ ഈ സങ്കീർത്തനത്തിലും 6 വാക്കുകൾ 19-ാം സങ്കീർത്തനത്തിലും ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ, കണ്ടുപിടിക്കാൻ കഴിയും. പുസ്തക ചുരുളിൽ എഴുതിയിരുന്ന നിയമങ്ങളെ മാത്രമല്ല, ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന തന്റെ ഹിതത്തെയും പൊതുവായി ന്യായപ്രമാണം എന്ന പദം കൊണ്ട് സങ്കീർത്തനക്കാരൻ വിവക്ഷിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. വേദപുസ്തകത്തിലെ ഏറ്റവും ദീർഘമായ ഈ അധ്യായത്തിലെ ഓരോ വാക്യത്തിലും മുന്നിട്ട് നിൽക്കുന്നത് ദൈവം തന്നെയാണ്. തന്റെ ഹിതം, തന്റെ സ്വഭാവം, തങ്കിൽ നിന്ന് ലഭിക്കാവുന്ന സഹായം, നടത്തിപ്പ് എന്നിവ ഈ സങ്കീർത്തനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതിനാൽ ഇതിനെ സ്നേഹത്തിന്റെ അക്ഷരമാല എന്ന് ചിലർ വിളിച്ചു വരുന്നു. ആ സ്നേഹം തന്റെ ന്യായപ്രമാണത്തിലാണ് സ്പഷ്ടമായി കാണുന്നത്. അതുകൊണ്ടത്രേ സങ്കീർത്തനക്കാരൻ അതിനെ തേനിനേക്കാളും തേൻകട്ടയേക്കാളും അധികമായി സ്നേഹിച്ചത്. കർത്താവിന്റെ ഗിരിപ്രഭാഷണം ആരംഭിക്കുന്നതുപോലെ 1-ാം വാക്യം ആരംഭിക്കുന്നത് ഒരു ഭാഗ്യവർണ്ണനയോടെയാണ്. തിരുവചനത്തിന്റെ പര്യായങ്ങളായി ന്യായപ്രമാണം 1-ാം വാക്യത്തിലും, സാക്ഷ്യങ്ങൾ 2-ലും, വഴികൾ 3-ലും, പ്രമാണങ്ങൾ 4-ലും, ചട്ടങ്ങൾ 5-ലും, കൽപ്പനകൾ 6-ലും, വിധികൾ 7-ലും, ചട്ടങ്ങൾ 8-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരുവൻ ഭാഗ്യവാനാകണമെങ്കിൽ ന്യായപ്രമാണം അനുസരിച്ച് നിഷ്കളങ്കനായി നടക്കുന്നവനായിരിക്കണമെന്നിവിടെ സമർത്ഥിക്കുകയാണ്. മാത്രമല്ല, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായിരിക്കണമെന്ന് 1-ഉം 2-ഉം വാക്യങ്ങളിൽ പറയുന്നു. സ്വന്തം വഴികളിലല്ല, ദൈവത്തിന്റെ വഴികളിലാണ് നടക്കേണ്ടത് എന്ന് 3-ാം വാക്യത്തിൽ പറയുന്നു. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. മാത്രമല്ല, ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ ദൈവത്തോടും സംസാരിക്കണം. ദൈവകൽപ്പന മനഃപാഠമാക്കിയാൽ മാത്രം പോരാ, അതനുസരിക്കുകയും കൂടി വേണം. 5-ാം വാക്യത്തിൽ തന്റെ നടപ്പ് സ്ഥിരമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു. ആ വാക്യം ഇങ്ങനെയാണ്: നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. കർത്താവ് കൈപിടിച്ച് നടത്തേണ്ടതിന്റെ ആവശ്യകത ഒരു ദൈവ പൈതലിന് എപ്പോഴും ബോധ്യമുണ്ടായിരിക്കണം. ലജ്ജിക്കേണ്ട പല കാര്യങ്ങളും മനുഷ്യജീവിതത്തിലുണ്ടെന്ന് 6-ാം വാക്യം ചൂണ്ടിക്കാണിക്കുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നു. എങ്കിലും ദൈവകൽപ്പനകളെ അനുസരിക്കുന്ന ഒരു ദൈവ പൈതൽ ലജ്ജിക്കേണ്ടി വരികയില്ല. ദൈവത്തെ പരമാർത്ഥ ഹൃദയത്തോടെ സ്തുതിക്കണമെങ്കിൽ അവന്റെ നീതിയുള്ള വിധികൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. അതിങ്ങനെയാണ് ആ വാക്യം: നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ദൈവത്തിന്റെ ചട്ടങ്ങൾ ആചരിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് 8-ാം വാക്യത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവിടെ അവസാനിക്കുന്നത്. ദൈവപൈതലേ, നമുക്ക് അനുഗ്രഹകരമായി തീരുന്നത് ദൈവത്തെ നമ്മൾ അനുസരിക്കുമ്പോഴാണ്. ദൈവത്തിന്റെ വചനങ്ങൾ നമ്മൾ അനുസരിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായി തീരുന്നു. 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നത്: ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും,
എന്നെ അശേഷം ഉപേക്ഷിക്കരുതേ. നമുക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ചട്ടങ്ങൾ, വിധികൾ, പ്രമാണങ്ങൾ, ദൈവഹിതം തിരിച്ചറിഞ്ഞ് അത് പ്രായോഗികമാക്കുവാൻ, അനുസരിക്കുവാൻ, ദൈവകൃപയിൽ മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കേണ്ടതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല പ്രഭാത സമയം അടിയങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരേതെല്ലാം സ്ഥിതികളിലൂടെ കടന്നു പോകുന്നു, ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ അവിടുന്ന് വ്യക്തമായി അറിയുന്നതോർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അവിടുത്തെ വചനം ഹല്ലേലൂയ ഞങ്ങൾക്ക് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമായ കൃപ തന്ന് എല്ലാവരെയും വഴി നടത്തണമേ. കർത്താവിന്റെ കൃപയിൽ ആശ്രയിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. തിരുനാമം സകലത്തിലും മഹത്വമെടുക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.